ഹായ്, എല്ലാവർക്കും PSC സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണ്. BNSS ആണ്. അപ്പം നമ്മൾ BNS ആണ് കുറച്ച് ക്ലാസ്സുകളിലായി സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് BNSSനെ പറ്റിയാണ്. 2023 നിലവിൽ വന്നൊരു നിയമമാണ് BNSS. നമ്മുടെ CRPC കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ റീപ്ലേസ് ചെയ്ത് വന്ന നിയമമാണ് ഇത് BNSS എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിന് പകരമായി CRPCക്ക് പകരമായി വന്ന പുതിയ നിയമമാണിത്. ഭാരതീയ സുരക്ഷാ സംഹിത എന്ന് പറയുന്നത്, നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്നത് 2023 ഈ ഒരു നിയമം വരുന്നത്. BNSSലെ ആകെ വകുപ്പുകളുടെ എണ്ണം 531. അപ്പോൾ BNSസും BNSSും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ BNSൽ നമ്മൾ ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള കുറ്റങ്ങളും അവയ്ക്കുള്ള ശിക്ഷയും പറ്റി പ്രതിപാദിക്കുമ്പോൾ ഇതിനകത്ത് നടപടിക്രമത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. നമ്മളെ എങ്ങനെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ തെളിവുകൾ കാര്യങ്ങളൊക്കെ കോടതിയിൽ ഹാജരാക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് അറസ്റ്റ് വാറണ്ട് അല്ലെങ്കിൽ ഒരു സമൻസൊക്കെ എങ്ങനെയാണ് പുറപ്പെടുവിക്കേണ്ടത്, അത് ആർക്കാണ് കോടതി നൽകേണ്ടത്, ആരാണ് നടപ്പിലാക്കേണ്ടത്, അങ്ങനെ തുടങ്ങിയ നടപടിക്രമങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണിത്. വകുപ്പല്ല, നിയമമാണിത്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്നത് അത് CRPCയെ റീപ്ലേസ് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ BNSSൽ മൊത്തം വകുപ്പുകൾ എത്ര ഉണ്ട്? 531 വകുപ്പുകളുണ്ട്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നത് ഓഗസ്റ്റ് 11 കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷായാണ്. ഓക്കെ. അപ്പോൾ BNSSന് പുറമെ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ ബില്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ദിവസം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡേറ്റ് ഓർത്തിരിക്കുക, 2023 ഓഗസ്റ്റ് 11. തുടർന്ന് 2023 ഓഗസ്റ്റ് 11 ഈ 3 ബില്ലുകളും ആഭ്യന്തര മന്ത്രാലയ സ്ഥിരം സമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഹോം അഫയേഴ്സ് എന്ത് ചെയ്തു? പരിശോധനയ്ക്ക് വിട്ടു. ഈ ഒരു സ്ഥിരം സമിതിയിൽ 8 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിജ്ലാലായിരുന്നു ഈ ഒരു സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ബ്രിജ്ലാലായിരുന്നു ഈ ഒരു സമിതിയുടെ ചെയർമാൻ. സ്ഥിരം സമിതി 2023 നവംബർ 10 റിപ്പോർട്ട് സമർപ്പിക്കുകയും തുടർന്ന് 2023 ഡിസംബർ 12 ആദ്യം അവതരിപ്പിച്ച ബില്ലുകൾ പിൻവലിക്കുകയും ചെയ്തു. സ്ഥിരം സമിതിയുടെ ശുപാർശകളോടുകൂടി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് 2023 ഡിസംബർ 12 അവതരിപ്പിച്ച വ്യക്തി ആര് തന്നെയാണ്? അമിത് ഷാ തന്നെയാണ്. നവീകരിച്ച ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബിൽ 2023 ലോക്സഭ പാസ്സാക്കുന്നത് 2023 ഡിസംബർ 20 അപ്പോൾ സമിതിയുടെ ശുപാർശകൾ പ്രകാരമുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി അവതരിപ്പിക്കുന്നത് 2023 ഡിസംബർ 12 അവതരിപ്പിച്ചത് അമിത് ഷായാണ്. അത് ലോക്സഭ പാസ്സാക്കിയത് 2023 ഡിസംബർ 20 നവീകരിച്ച ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബില്ല് 2023 രാജ്യസഭ പാസ്സാക്കിയതെന്ന് പറഞ്ഞാൽ 2023 ഡിസംബർ 21 തൊട്ടടുത്ത ദിവസം. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിക്കുന്നത് 2023 ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിലാണ്. അപ്പോൾ ലോക്സഭ ഡിസംബർ 20, രാജ്യസഭ ഡിസംബർ 21, പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്ന എന്നാണ്? ഡിസംബർ 25. നിലവിൽ വരുന്നത് 2024 ജൂലൈ 1 മുതലാണ്. 2024 ജൂലൈ 1 മുതലാണ്. CRPCയിൽ നിന്നും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയ്ക്കുണ്ടായ പ്രധാനപ്പെട്ട കുറച്ച് മാറ്റങ്ങൾ നോക്കാം. വിചാരണ തടവുകാരുടെ തടങ്കൽ. CRPC പ്രകാരം ഒരു പ്രതി അയാളുടെ പരമാവധി തടവ് കാലയളവിൻ്റെ പകുതി തടങ്കലിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ വ്യക്തിഗത ബോണ്ടിൽ വിട്ടയക്കാമായിരുന്നു. വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾക്കിത് ബാധകമല്ല. അപ്പോൾ CRPC പ്രകാരം ഒരു പ്രതി അയാളുടെ പരമാവധി തടവ് കാലയളവിൻ്റെ പകുതി തടങ്കലിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ വ്യക്തിഗത ബോണ്ടിൽ വിട്ടയക്കാമായിരുന്നു. അതായത് ഒരു കുറ്റത്തിന് റിമാൻഡ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കുന്നൊരു ഇതുണ്ടല്ലോ, അതിന് അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് അപ്പം ഒരു 3 മാസത്തേക്കൊക്കെ തടങ്കലിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് കുറ്റപത്രം സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വിചാരണ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? കുറേ നാൾ ജയിലിനകത്ത് തന്നെ കിടക്കും. അപ്പോൾ ജയിലിനകത്ത് കിടന്നു അയാൾ എന്താണ്, അയാളുടെ ഒരു അയാൾക്ക് വിചാരണ നടത്തി അയാൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ് പ്രഖ്യാപിക്കുന്ന ഒരു തടവിൻ്റെ പകുതിയോളം അയാൾ തടങ്കലിൽ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ഒരു വ്യക്തിഗത ബോണ്ടിൽ വിട്ടയക്കാമായിരുന്നു എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്തുണ്ടായിരുന്നു. CRPCക്കകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് ഇത് ബാധകവുമല്ല. ഓക്കെ, മനസ്സിലായോ? എന്നാൽ BNSS പ്രകാരം
വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് പുറമെ ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്കും ഒന്നിലധികം കുറ്റകൃത്യങ്ങളിൽ നടപടികൾ നേരിടുന്ന വ്യക്തികൾക്കും മേൽപ്പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. അപ്പോൾ വധശിക്ഷയ്ക്ക് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതിനൊക്കെ മുകളിൽ പറഞ്ഞ ആ ഒരു കണ്ടീഷൻ CRPC പ്രകാരം ബാധകമായിരുന്നെങ്കിൽ BNSSലേക്ക് വരുമ്പോഴത്തേക്കും ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചെയ്ത വ്യക്തിക്കും അതുപോലെ തന്നെ ഒന്നിലധികം കുറ്റകൃത്യങ്ങളിൽ നടപടി നേരിടുന്ന വ്യക്തികൾക്കും എന്തല്ല, ഇതുപോലെ ഇയാളെ വിട്ടയക്കാനായിട്ട് പറ്റില്ല. വ്യക്തിഗത ബോണ്ടിൽ വിട്ടയക്കാൻ എന്ത് ചെയ്യില്ല, പറ്റില്ല BNSS പ്രകാരം. അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. വൈദ്യപരിശോധന. ബലാത്സംഗ കേസുകൾ ഉൾപ്പെടെയുള്ള ചില കേസുകളിൽ പ്രതികളെ വൈദ്യപരിശോധന നടത്താൻ CRPC അനുവദിക്കാറുണ്ട്. കുറഞ്ഞത് സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അഭ്യർത്ഥന പ്രകാരം രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണറാണ് അത്തരം പരിശോധനകൾ നടത്തുന്നത്. ബലാത്സംഗ കേസുകളിൽ ഉൾപ്പെടെയുള്ള ചില കേസുകളിൽ പ്രതികളെ എന്ത് ചെയ്യാറുണ്ട്, വൈദ്യപരിശോധന നടത്താറുണ്ട്. പ്രതികളെ CRPC അനുവദിക്കാറുണ്ട്. അപ്പോൾ സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അഭ്യർത്ഥന പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ഡോക്ടറായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത്തരം പരിശോധനകളൊക്കെ നടത്തുന്നത്. അപ്പോൾ BNSൽ വന്നപ്പോഴത്തേക്കും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും അത്തരമൊരു പരിശോധനയ്ക്ക് അഭ്യർത്ഥിക്കാവുന്നതാണെന്ന് വെച്ചു. ഓക്കെ, മറ്റേ സബ് ഇൻസ്പെക്ടർ വേണമായിരുന്നു CRPCയിൽ. BNSലാണെങ്കിൽ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും അഭ്യർത്ഥിക്കാം. ഇതുപോലൊരു ഒരു പരിശോധന നടത്തണമെന്ന് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ത് ചെയ്യാം, അഭ്യർത്ഥിക്കാമെന്ന് പറയുന്നുണ്ട്. അടുത്തത് ഫോറൻസിക് അന്വേഷണമാണ്. കുറഞ്ഞത് 7 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് ഫോറൻസിക് അന്വേഷണം BNSS ആക്ട് നിർബന്ധമാക്കുന്നു. കുറഞ്ഞത് 7 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് ഫോറൻസിക് അന്വേഷണം എന്ത് ചെയ്യുന്നുണ്ട്, BNSS ആക്ട് നിർബന്ധമാക്കുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഫോറൻസിക് വിദഗ്ധർ കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുകയും മൊബൈൽ ഫോണിലോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണത്തിലോ അത് രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ആക്ട് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞത് 7 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് ഫോറൻസിക് അന്വേഷണം വേണമെന്ന് BNSS ആക്ട് നിർബന്ധമാക്കുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഫോറൻസിക് വിദഗ്ധർ കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുകയും മൊബൈൽ ഫോണിലോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണത്തിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഈ ഒരു ആക്ട് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിന് ഫോറൻസിക് സൗകര്യം ഇല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ഫോറൻസിക് സൗകര്യം ഉപയോഗിക്കാമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, BNSSനകത്ത് പറയുന്നുണ്ട്. ഒരു സംസ്ഥാനത്തിന് ഫോറൻസിക് സൗകര്യം ഇല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ സൗകര്യം ഉപയോഗിക്കാം. ഒപ്പുകളും ഫിംഗർ ഇംപ്രഷനുകളും. CRPC പ്രകാരം അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏതൊരു വ്യക്തിയുടെയും ഒപ്പും കൈയക്ഷരവും ശേഖരിക്കുന്നത് ഉത്തരവിടാൻ ഒരു മജിസ്ട്രേറ്റിന് അധികാരമുണ്ടായിരുന്നു. എന്നാൽ BNSS ആക്ട് പ്രകാരം ഒപ്പിനും കൈയക്ഷരത്തിനും പുറമെ ഫിംഗർ ഇംപ്രഷനുകളും ശബ്ദശകലങ്ങളും കൂടെ ശേഖരിക്കാൻ മജിസ്ട്രേറ്റിന് ഉത്തരവിടാവുന്നതാണ്. അപ്പോൾ CRPC പ്രകാരം ഒപ്പും കൈയക്ഷരവും ശേഖരിക്കാനായിട്ട് മജിസ്ട്രേറ്റിന് ഉത്തരവിടാമായിരുന്നു. പക്ഷേ BNSS പ്രകാരം അതിന് പുറമെ ഫിംഗർ ഇംപ്രഷനുകളും ശബ്ദശകലങ്ങളും കൂടെ ശേഖരിക്കാൻ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം, ഉത്തരവിടാവുന്നതാണ്. നടപടികൾക്കുള്ള സമയക്രമം. BNSS ആക്ട് പ്രകാരം വിവിധ നടപടിക്രമങ്ങൾക്കുള്ള സമയക്രമത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഉദാഹരണം, ബലാത്സംഗത്തിന് ഇരയായവരെ പരിശോധിക്കുന്ന മെഡിക്കൽ പ്രാക്ടീഷണർ 7 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ വാദങ്ങൾ പൂർത്തിയാക്കി 30 ദിവസത്തിനുള്ളിൽ വിധി പറയണം. 45 ദിവസം വരെ നീട്ടാമെന്നും പറയുന്നുണ്ട്. BNSS ആക്ട് പ്രകാരം നടപടിക്രമങ്ങളിലെ സമയത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒന്ന്, ബലാത്സംഗത്തിന് ഇരയായവരെ പരിശോധിക്കാൻ മെഡിക്കൽ പ്രാക്ടീഷണർക്ക് 7 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് കൊടുക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ വാദങ്ങൾ പൂർത്തിയാക്കി 30 ദിവസത്തിനുള്ളിൽ വിധി പറയണം. 45 ദിവസം വരെ നീട്ടാമെന്നും പറയുന്നുണ്ട്. അതുപോലെ 90 ദിവസത്തിനുള്ളിൽ ഇരയെ പുരോഗതി അറിയിക്കണമെന്നുണ്ട്. 90 ദിവസത്തിനുള്ളിൽ ഇരയെ അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നും ഉണ്ട്. കോടതിയുടെ ശ്രേണി, ഹയറാർക്കി ഓഫ് കോർട്ട് നോക്കാം. ഇന്ത്യയിലെ ക്രിമിനൽ കാര്യങ്ങളുടെ വിധി നിർണ്ണയത്തിനായി CRPCയിൽ കോടതികളുടെ ഒരു ശ്രേണി ഉണ്ടായിരുന്നു. മജിസ്ട്രേറ്റ് കോടതികൾ, സെഷൻസ് കോടതികൾ, ഹൈക്കോടതികൾ, സുപ്രീം കോടതികൾ എന്നിവയായിരുന്നു ഇവ എന്ന് പറയുന്നത്. കൂടാതെ 1 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഏതെങ്കിലും നഗരത്തെയോ പട്ടണത്തെയോ ഒരു മെട്രോപൊളിറ്റൻ ഏരിയയായി അറിയിക്കാൻ സംസ്ഥാന സർക്കാരുകളെ അധികാരപ്പെടുത്തിയിരുന്നു. അത്തരം പ്രദേശങ്ങളിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റുകളുമുണ്ട്. എന്നാൽ BNSS ആക്ടിൽ മെട്രോപൊളിറ്റൻ ഏരിയകളുടെയും മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റുകളുടെയും വർഗീകരണം എന്ത് ചെയ്തു, നീക്കം ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, എന്ത് ചെയ്തു, മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റുകളുടെ വർഗീകരണം എന്ത് ചെയ്തു, നീക്കം ചെയ്യപ്പെട്ടു. ആകെ വകുപ്പുകളുടെ എണ്ണം BNSSൽ എത്രയാണ്, 531. ആകെ അധ്യായങ്ങൾ, ചാപ്റ്ററുകളുടെ എണ്ണം എത്രയാണ്, 39 ചാപ്റ്ററുകളാണുള്ളത്. ആകെ പട്ടികകൾ, ഷെഡ്യൂളുകൾ എത്രയാണുള്ളത്, 2 എണ്ണമാണുള്ളത്. അതും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ് ഇന്ന് സംസാരിച്ചത്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ളത് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കാണാം. താങ്ക് യു.